മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് അകലം പാലിച്ചാൽ മതി, ചന്ദ്രത്തിലൊരു കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ കണ്ണൻ മഹിയോട് ചോദിക്കാനിട്ട ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ. അതേസമയം ദുർഗ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരുണ അങ്ങോട്ടേക്ക് വരും. നീ എന്തിനാടി അടുക്കളയിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മ പാചകം ചെയ്യുന്നത് നോക്കി പഠിക്കാൻ വേണ്ടി വരികയാണ് എന്ന് പറയും കേട്ടോ. നീ എന്നോടല്ലേ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന്? ഇത് ഞാൻ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ണൻ മോനെ വേണ്ടിയിട്ടാണ് എന്ന് പറയും കേട്ടോ. അതേസമയം നിനക്കും ഉണ്ണിക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നീ വിളമ്പി കൊടുത്തോ എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ കരുണ പറയും, അമ്മേ അമ്മയുടെ മോൻ്റെ ഒരു കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ വളരുന്നത് എന്ന് ചോദിക്കുക. അവൻ്റെ അച്ഛനെ കൊന്നവളുടെ മോളാണ് നീ, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സിമ്പതിയേ ഇല്ല നിന്നോട്. അവൻ എന്ന് നിന്നെ വിളിച്ചിട്ട് വന്നോ അതോട് കൂടിയിട്ട് എനിക്ക് അങ്ങനത്തെ നിന്നോടൊരു സ്നേഹവും ഒന്നുമില്ല. മഹിയും കുഞ്ഞും നൂലുകെട്ട് കഴിഞ്ഞ് ഇവിടെ വരും. അവർക്ക് സമാധാനം സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കണം. ഇല്ല അവർക്ക് എന്തെങ്കിലും നേരെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ നിന്നെ ചൂലും കൊണ്ട് അടിച്ച് പുറത്താക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പെട്ടെന്ന് തന്നെ കരുണ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് പറയും ഇന്ന് രാത്രി എല്ലാം അവസാനിക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. കണ്ണം വരികയാണ് കേട്ടോ. രാത്രി ഇങ്ങനെ കണ്ണം വരികയാണ്. കണ്ണം വന്ന് കാണുമ്പോൾ തന്നെ ഉണ്ണി മുകളിൽ നിന്ന് നോക്കണ എന്തായാലും ഇയാൾ വന്നത് നന്നായി എന്ന് പറയണം കേട്ടോ. പിന്നീട് മാർക്കോയെ അമ്മ വിളിക്കുകയാണ്. അമ്മ വിളിച്ചിട്ട് പറയും, മാർക്കോ വായോ ഇവിടെ വായോ, ഒരു കാര്യം പറയാനുണ്ട് പറയും. അപ്പോഴെന്താണ് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, കണ്ണനും മഹിക്കും എന്തോ ഒരു ആപത്ത് വരുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല മോനെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയും കേട്ടോ. അതേസമയം മാർക്കോ പറയും അവരുടെ അമ്മ മാറി എന്നാണ് പറയുന്നത്, പക്ഷേ എന്താണോന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ആ ദിവ്യശക്തിയുള്ള അമ്മ പറയും അവരുടെ അമ്മയുടെ സ്നേഹം സത്യമാണ് തോന്നുന്നു, എന്തായാലും ശരി മോനെ നമുക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയാൻ കേട്ടോ. പിന്നീട് കണ്ണൻ രാത്രി വന്നിട്ട് മഹിയെ വിളിക്കുകയാണ്. മഹിയെ വിളിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അതേസമയം കരുണ ഉണ്ണിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് പേടിയാവുന്നു ഉണ്ണിയേട്ടാ, എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമാവില്ല, ഞാൻ ഏതെങ്കിലും കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ നീ അതിലെ ഇടതടവ് പറയണ്ട, എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയണം കേട്ടോ. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് പറയും, അതെ കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് നീ ഉറങ്ങാൻ നോക്ക്, നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കരുണയും അതുപോലെ തന്നെ ഉണ്ണിയും കൂടി കിടന്നുറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഉണ്ണിക്ക് ഭയങ്കര ടെൻഷനും മാതിയാണ്, ഇതെന്താവും, അയാൾ എന്തായാലും വീൽ ചെയർ തപ്പി താഴെ വീണ് കിടക്കും, അതിനുശേഷം അയാളുടെ ജീവൻ പോകും എന്നല്ല ആ ഒരു സന്തോഷത്തിലാണ് ഉണ്ണി കിടക്കണത് കേട്ടോ. അതേസമയം മാർഗോയും ആ അമ്മയും കൂടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ പറയും, മോനെ എനിക്ക് ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മനസ്സ് അങ്ങോട്ട് ശരിയായിട്ടില്ല, എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്, ഏതെന്താണെന്ന് എനിക്കറിയുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ മാർഗോ പറയും ഞാൻ എന്നാൽ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട മോനിപ്പോൾ പോകണ്ട, പക്ഷേ മോൻ പോകുമ്പോൾ മോൻ്റെ വഴി കൂടെ പോകുമ്പോൾ ആൾക്കൊരു സഹായം വേണ്ടി വരും, അതുകൊണ്ട് മോനിപ്പോൾ പോകണ്ട പറയണം കേട്ടോ. ആ അമ്മ പറയണ്ടേ എന്തായാലും ശരി, എൻ്റെ മനസ്സ് ക്ലിയർ ആവണില്ല മോനെ, എന്തോ ഒരു ആപത്ത് വരുന്നുണ്ട്, അതെന്താണെന്ന് അറിയുന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കണ്ണൻ മഹിയെ വിളിച്ചതിന് ശേഷം കിടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ. കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞതും തന്നെ കണ്ണനൊരു ശ്വാസം മുട്ടൽ വരികയാണ് കേട്ടോ. ശ്വാസം മുട്ടൽ വന്നിട്ട് കണ്ണനെ അങ്ങനെ ചുമക്കുകയാണ്. കണ്ണൻ ചുമച്ചതിന് ശേഷം വെള്ളം എടുത്ത് കുടിക്കുമ്പോഴും കണ്ണനെ ഒന്നിനും പറ്റണില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കണ്ണൻ പുറത്തേക്ക് വരികയാണ്. പുറത്ത് വരുമ്പോഴാണ് കണ്ണൻ ആലോചിക്കുക വീൽ ചെയർ എടുത്തിട്ടില്ലല്ലോ എന്ന്. വീണ്ടും തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചു പോയിട്ട് കണ്ണൻ വീൽ ചെയർ എടുത്തിട്ട് വരികയാണ്. അപ്പോഴേക്കും കണ്ണൻ ആകെ അവശ നിലയിലായിരിക്കും കേട്ടോ. അവശ നിലയിലായ കണ്ണൻ ഉണ്ണിയുടെ വാതിലിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടുകയാണ് കേട്ടോ. ഉണ്ണി ഒന്ന് വാതിൽ തുറക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണ പറയും വാതിൽ തുറക്ക് ഉണ്ണിയേട്ടാ, അതാരോ മുട്ടുന്നു എന്ന് പറയുമ്പോൾ ഉണ്ണി പറയും നീ മിണ്ടാതെ ഇരിക്കടി അവിടെ എന്ന് പറയും കേട്ടോ. അതിനുശേഷം കണ്ണനിങ്ങനെ ഒരേ വാതിൽ തട്ടുകയാണ് കേട്ടോ. പക്ഷേ ഉണ്ണി കേട്ടപാട് മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ അതേസമയം ദുർഗ താഴെ നിന്ന് സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് മുകളിലേക്ക് വരികയാണ് കേട്ടോ. പെട്ടെന്ന് കണ്ണനിങ്ങനെ കാണുകയാണ്. എന്താ പറ്റി മോനെ എന്ന് പറഞ്ഞിട്ട് കണ്ണനെ അങ്ങനെ ദുർഗ താങ്ങി പിടിക്കുകയാണ് കേട്ടോ. എനിക്ക് വയ്യ എന്ന് ഇങ്ങനെ കണ്ണൻ പറയുകയാണ്, ശ്വാസം മുട്ടിയ പോലെ കേട്ടോ. അതേസമയം ഉണ്ണിയെ ദുർഗ ഒരേ വിളിക്കുന്നുണ്ട് കേട്ടോ. കരുണ പറയേണ്ട അമ്മ വിളിക്കുന്നു പറയും. പിന്നീട് മനസ്സോട് കൂടിയിട്ട് ഉണ്ണി വാതിൽ തുറക്കണം മോനെ, കണ്ണനെ വയ്യ, എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഉണ്ണി ഇങ്ങനെ മടിച്ച് നിൽക്കണം കേട്ടോ. അതേപോലെ കണ്ണനും പറയണ്ട എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക പറയുമ്പോൾ ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി പോകും. എന്താടാ നീ പറയുന്നത്, ഡ്രസ്സൊന്നും മാറണ്ട, എത്രയും പെട്ടെന്ന് ഉണ്ണിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ദുർഗ ആകെ കരഞ്ഞ്
കണ്ണനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് കൊണ്ടുപോകണം കേട്ടോ. പിന്നീട് ഗേറ്റൊക്കെ തുറന്ന് കാറൊക്കെ ഇറക്കാൻ പാകത്തിൽ കാറിലേക്ക് കയറ്റി താങ്ങി പിടിക്കണം. പക്ഷെ ഉണ്ണി പതുക്കിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ഒന്ന് വേഗം കൊണ്ടുപോ പറയണം കേട്ടോ. അതേസമയം വീൽ ചെയർ ബാഗിലേക്ക് ഡിക്കിയിൽ വെക്കാൻ നിന്നിട്ടും അങ്ങനെ സമയം ഒരുപാട് വൈകിപ്പിക്കുകയാണ് ഉണ്ണി കേട്ടോ. ദുർഗയും കൂടെ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയാണ്. പിന്നീട് അങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ. കൊണ്ടുപോയിട്ട് പകുതി വഴിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് കാർ ഇങ്ങനെ സ്റ്റാർട്ടാകാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ ഇങ്ങനെ കരയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആശുപത്രിക്ക് കൊണ്ടുപോടാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്ത് പറ്റി കാറിന് ചോദിക്കും. കാറിന് എന്തോ പ്രശ്നമായി പറയടാ, എന്നെ ഒന്ന് വേഗം ആശുപത്രിക്ക് കൊണ്ടുപോടാ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ അങ്ങനെ കരയുകയാണ് കേട്ടോ. അതേസമയം ഉണ്ണി പുറത്തിറങ്ങി നിൽക്കുകയായിരിക്കും കേട്ടോ. അത് കാണുമ്പോൾ കണ്ണൻ അങ്ങനെ ഡോറ് തുറന്നിട്ട് താഴെ വീഴുകയാണ് കേട്ടോ. താഴെ വീഴുമ്പോൾ ഉണ്ണിക്ക് അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. നീ മരിച്ചതിന് ശേഷം ഞാൻ നിന്നെ കൊണ്ടുപോകുള്ളൂ എന്ന് പറയാണ്. പെട്ടെന്ന് ഉണ്ണി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ പെട്ടെന്ന് എണിക്കുകയായിരിക്കും കേട്ടോ. എണിച്ചിട്ട് കാറിലിങ്ങനെ പിടിച്ചിട്ട് എന്നെ കൊണ്ടുപോ പറഞ്ഞിട്ട് കരയാണ്. അത് കണ്ടത് ഉണ്ണിയാകെ പകച്ചു പോവുകയാണ് കേട്ടോ. ഈ മനുഷ്യനെ എപ്പോഴത് എണിച്ചത് പറഞ്ഞിട്ട് ആകെ മൊത്തം പിന്നെ ഉണ്ണിക്ക് സമനില തെറ്റിയാണ്. ഉണ്ണി അങ്ങനെ വന്നിട്ട് കണ്ണനെ പിടിച്ചിട്ട് നീ ചാകുക എന്ന് പറഞ്ഞിട്ട് കണ്ണനെ അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ആ സമയത്തായിരിക്കും മാർക്കോയും ലോപ്പസും കൂടി വരിക കേട്ടോ. അങ്ങനെ അയ്യോ കണ്ണേട്ടാ എന്ത് പറ്റി, കണ്ണൻ സാറിന് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കണ്ണനെ പിടിച്ച് ലോപ്പസിനോട് കാറിൽ കയറ്റിയിട്ട് ലോപ്പസിനോട് എത്രയും പെട്ടെന്ന് കണ്ണൻ സാറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം പറയണം കേട്ടോ. പിന്നീട് കണ്ണൻ സാറിനെയും കൊണ്ട് ലോപ്പസ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. മാർക്കോ ഉണ്ണിയും കൊണ്ടുപോയിട്ട് ഒരു വലിയൊരു റൂമിൽ കൊണ്ടുപോയിട്ട് ഒരു വേസ്റ്റ് റൂം പോലത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് ഉണ്ണിയെ കെട്ടിയിട്ടിട്ട് പറയുന്നുണ്ട്, നീ എന്താടാ ചെയ്തത്, എന്താ കണ്ണൻ സാറിന് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് വരുമ്പോൾ നീ കൊല്ലാൻ നോക്കിയല്ലോ, ഞാൻ കണ്ടല്ലോ എന്ന് പറയണം കേട്ടോ. അവരെ നിങ്ങൾ ആരും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവർക്ക് ദൈവസഹായമുണ്ട്. നിങ്ങൾ ഒരച്ഛൻ്റെ മക്കളല്ലേ, പക്ഷെ നീ നിൻ്റെ ഏട്ടനെ അല്ലേ കൊല്ലാൻ നോക്കിയത്. നീ ഒരിക്കലും നിൻ്റെ ഏട്ടനെ നീ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. നിൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകളെ നീ വിളിച്ചിട്ട് വന്നില്ലേ. കണ്ണൻ സാറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട് എങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല, നിന്നെ പച്ചയ്ക്ക് ഞാൻ കൊല്ലും എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ഉണ്ണിയെ അവിടെ കെട്ടിയിട്ടതിന് ശേഷം മാർക്കോ ആശുപത്രിയിലേക്ക് പോവുകയാണ് കേട്ടോ. ആശുപത്രി പോകുമ്പോൾ അതിന് മുമ്പ് തന്നെ ഡോക്ടർമാർ പറയുന്നുണ്ട് വിഷവാതകം ശ്വസിച്ചതാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന കാരണം മൂപ്പർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറയണം കേട്ടോ. പിന്നീട് മാർക്കോ അവിടെ പോകുമ്പോൾ ലോപ്പസ് പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് ആരാണ് ചെയ്തതെന്ന് അറിയില്ല, അവനെ ഞാൻ എവിടെ ചോദിക്കും അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്, എന്തൊരു കഷ്ടമാണ്, അവർക്ക് അവിടെ ഇരിക്കാനൊരു സൗകര്യമില്ലല്ലോ, അനന്തോൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ, അച്ഛനും അമ്മയും താമസിച്ച വീടല്ലേ, അതുകൊണ്ട് മാത്രമാണ് കണ്ണൻ സാർ അങ്ങനെ ഇരുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അവർ പറയുന്നുണ്ട് ഉണ്ണിയെ വെറുതെ വിട്ടുകൂടാ എന്ന് പറയുന്നുണ്ട്. ഇല്ല ഞാൻ അവനെ പച്ചയ്ക്ക് കെട്ടിത്തൂക്കും, സാറൊന്ന് കണ്ണ് തുറന്നോട്ടെ എന്ന് പറയണം കേട്ടോ. അതേസമയം ദുർഗ അങ്ങനെ ഉണ്ണിയെ വിളിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ. അതേസമയം മാർക്ക് ആ ഫോണൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. ദുർഗ വിളിച്ചിട്ട് കിട്ടാതെ കരുണയോട് പറയുന്നുണ്ട് അവനെ എവിടെയാണ് അവനെ കൊണ്ടുപോയത്, ഞാനും പോട്ടെ എന്ന് പറഞ്ഞതാണ്, എന്താ അവനെ വിളിച്ചാൽ കിട്ടാത്തത്, അവനെ കൊണ്ടുപോയോ, ഏതായാലും അവന് തീരെ ശരിയല്ല, ഉണ്ണി തീരെ ശരിയല്ല എന്നെല്ലാം പറയുമ്പോൾ കരുണ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അവനെ എന്തായാലും ഇന്നത്തോടെ കഴിയും എന്നിങ്ങനെ പറയണം. അമ്മയെ ആശുപത്രി കൊണ്ടുപോയിരിക്കുകയല്ലേ എന്ന് പറയാം അതേസമയം ദുർഗ പറയുന്നുണ്ട് എന്തായാലും ശരിയാ, ഞാൻ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഏതായാലും മഹിയോട് വിളിച്ച് കാര്യനും പറയാൻ പറ്റില്ല, എന്തായാലും ശരി ഞാനൊന്ന് മാർക്കോയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കണം കേട്ടോ. അത് കാണുമ്പോൾ അങ്ങനെ പേടിച്ച് പോകണം കേട്ടോ കരുണ. പിന്നീട് കാണിക്കുന്നത് ആശുപത്രിയിൽ നിന്നും ബോധം വരികയാണ് കേട്ടോ. ബോധം വന്നതിന് ശേഷം മാർക്കോ പോയി കണ്ണനോട് സംസാരിക്കണം കേട്ടോ. അവനെ ഞാൻ വെറുതെ വിടില്ല കണ്ണൻ സാറേ, അവനെ ഞാൻ വേണ്ട പോലെ കൊടുക്കും എന്ന് പറയണം. അവനാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്താണെങ്കിൽ നീ ചെയ്തോ മാർക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മാർക്കോ അവിടെ വന്നിട്ട് ഉണ്ണിയെ എന്ത് ചെയ്യുന്നുള്ളത് തീരുമാനിക്കാൻ പറ്റില്ല, ഉണ്ണിയെ അടിച്ച് പരവത്താക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ ഉണ്ണിയെ കൊല്ലാനും തന്നെ മാർക്കോ മടിക്കില്ല, അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.